മിസ്റ്റർ അഭിലാഷ്, ഈ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. ഈ കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം ഈ BJP ഭരണം കൊണ്ട് കേരളത്തിന് എന്ത് നേട്ടം കിട്ടി എന്ന ഗൗരവമായ ചോദ്യം ഇവിടെ ഉണ്ട്. ഹെലികോപ്റ്റർ വന്ന് പ്രളയ സമയത്ത് ഗർഭിണികളായ സ്ത്രീകളെ രക്ഷിച്ചതിന് അതിന് വരെ വാടക ചോദിച്ചതാ BJP സർക്കാർ. ആ പ്രളയ സമയത്ത് നമുക്ക് അരി തന്നപ്പോൾ അതിന് എക്സ്ട്രാ നികുതി മേടിച്ചു, പണം വാങ്ങിച്ചു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യത്തു നിന്നും സംഭാവനകളും സഹായങ്ങളുമായി കേരളത്തിലേക്ക് വന്നപ്പോൾ അതിനെല്ലാം തടഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. 13 പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിവേഗ ട്രെയിലൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ അനുവദിച്ചപ്പോൾ ഈ കേരളത്തിൽ മാത്രം ഒരു വികസന പ്രവർത്തനവും കൊടുക്കരുതെന്ന് പറഞ്ഞതാ. ദേശീയപാതയുടെ ഒക്കെ നമ്മൾ എത്രയോണം ചർച്ച ചെയ്തു. കേരളത്തിന് മാത്രമല്ലേ 5580 കോടി രൂപ കൊടുക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഞാൻ കൃത്യമായി പറയുന്നു, ഈ കേരളത്തിൽ 20 മണ്ഡലങ്ങളിലും BJP 3-ാം സ്ഥാനത്ത് തന്നെയായിരിക്കും. ഒരൊറ്റ മണ്ഡലത്തിൽ പോലും 2-ാം സ്ഥാനത്ത് പോലും എത്താൻ BJPക്ക് കഴിയില്ല. കാരണം BJP കേരളത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യക്തമാണ്. രാജ്യത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പ്രകടന പത്രികയിൽ കഴിഞ്ഞ തവണ പറഞ്ഞതിൽ ഏതു കാര്യങ്ങളാണ് ഈ രാജ്യത്തിന് വേണ്ടി അവർ ചെയ്തത്? തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ CSDS-ന്റെയും നീതി തുല്യ സർവേ പുറത്തു വന്നല്ലോ. ആ സർവേയിൽ 71% ആളുകളും ചർച്ച ചെയ്യുന്നത് വിലക്കയറ്റം, തൊഴിലില്ലായ്മ, വികസന വിരുദ്ധത, അഴിമതി, ഈ 4 കാര്യങ്ങളാണ്. ഫ്രീ ആൻഡ് ഫെയർ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇന്ത്യയിൽ BJP ഭരണം എന്നേക്കുമായി അവസാനിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. ഒറ്റ കാരണം, കേരളത്തിൽ 2 അക്കം കിട്ടുന്ന BJP പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത്. ആ 2 അക്കം കൂട്ടി കണക്ക് കൂട്ടിയിട്ടാണ് 350-400 സീറ്റ് പറഞ്ഞത്. എന്തിയെ ഇപ്പൊ ഗിയർ മാറ്റാൻ കാരണം? അവർ തന്നെ നടത്തിയ സർവേ 303 BJP സീറ്റിൽ 166 സീറ്റിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് BJP തന്നെ നടത്തിയ സർവേയിൽ വ്യക്തമായി. അതുകൊണ്ട് തന്നെയാണ് തീവ്ര വർഗീയ അജണ്ടയുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. 20%-ലധികം വരുന്ന മുസ്ലിങ്ങളെ തല്ലി ഓടിക്കണമെന്ന് പച്ചയ്ക്ക് പറയുന്ന തരത്തിൽ ഏറ്റവും നുണ പ്രചരിപ്പിക്കുന്നത്. നിങ്ങളുടെ താലിമാല വരെ ഇവരെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകും, ഇവർക്ക് വീതം വെച്ച് കൊടുക്കും, ഈ നാടിന്റെ സമ്പത്തും സ്വത്തും വീതം വയ്ക്കുമെന്ന് പറയുന്നത്. മൻമോഹൻ സിംഗ് അത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തിയിട്ടില്ലെന്നും ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ വിഹിതം എല്ലാവർക്കും വേണമെന്നാണ് ഒരു വികസന സെമിനാറിൽ പറഞ്ഞതെന്നും പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ അത്തരത്തിൽ ഞാൻ പറയട്ടെ, വരും ദിവസങ്ങളിലും അത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന നിരവധി ഇടപെടൽ ഉണ്ടാകും. കാരണം 7 ഘട്ടമായിട്ട് ആ തെരഞ്ഞെടുപ്പ് കടക്കുന്നത്. ഇപ്പൊ 2-ാം ഘട്ടമേ ആയുള്ളൂ. ഈ 5 ഘട്ടത്തെയും അട്ടിമറിക്കാൻ പ്രധാനമന്ത്രി തന്നെ ഇറങ്ങിത്തിരിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു, കരിവന്നൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല ഇൻവെസ്റ്റിഗേഷൻ ക്രൈംബ്രാഞ്ച് 27 കേസിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ED വന്നത്. ED വന്നപ്പോൾ പ്രധാന പ്രതികളെ മാപ്പ് സാക്ഷിയാക്കിയത് ശ്രീ ശബരിനാഥൻ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ EDയുടെ അവസ്ഥ, കേസന്വേഷണത്തിന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പദ്ധതി നിർത്തിവെക്കുന്നത് വരെ ഞങ്ങൾ സമരം നടത്തുമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ കത്തിച്ചതും പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ച കേസുകൾ എങ്ങനെ പിൻവലിക്കാൻ കഴിയും? അത് കോടതി വഴിയെ പിൻവലിക്കാൻ കഴിയൂ. കേസ് പിൻവലിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്. ഏതോ ഒരു പുരോഹിതൻ ചെന്ന് കേസിൽ പ്രതിയാണ്, അതുകൊണ്ട് പാസ്പോർട്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ നിയമം പാലിച്ചല്ലേ പറ്റൂ. ആ നിയമം പാലിച്ചേ പറ്റൂ. അതുപോലെ തന്നെ സിദ്ധാർത്ഥന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI ആണ് ഇപ്പൊ അന്വേഷിക്കുന്നത്. അതിലെ പ്രതികളെ മുഴുവൻ കേരള പോലീസ് അറസ്റ്റ് ചെയ്തതാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം ജനങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്തതാണ്. ഇപ്പോഴും ജനങ്ങൾ സംശയം ഉന്നയിക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ വ്യക്തമായി വിശദീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ MP-മാർക്ക് എതിരായിട്ടുള്ള വികാരം, ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങൾ, സംസ്ഥാന ഭരണത്തെ വിലയിരുത്തൽ എല്ലാം വന്നോട്ടെ. ഇവയെല്ലാം വന്നിരുന്നാലും ഇടതുപക്ഷത്തിന് ഗംഭീര വിജയം ഈ കേരളത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.